ഹലോ, ഇന്നത്തെ വീഡിയോ എൻ്റെ കൊച്ചു അടുക്കളത്തോട്ടത്തിലത്തെ കുറച്ച് ചെടികളും പിന്നെ വിളവെടുപ്പൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ കാണിക്കുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇതിന് പക്ഷേ വളവും വെള്ളവും ഇതൊക്കെ നമ്മൾ നല്ലോണം വീത്തി കൊടുക്കണം. എന്നാൽ തന്നെ അതുമ്പോൾ നല്ല രീതിയിൽ കായ ഉണ്ടാവുള്ളൂ. ഒരു 3-4 കായ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു തോരനോ ഉപ്പേരിക്കോ ഒക്കെ നമുക്ക് കിട്ടും. രണ്ടാമത് കാണിക്കുന്നത് മറ്റേ ബുള്ളറ്റ് മുളകാണ് കേട്ടോ. ആ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവുള്ള മുളകാണ്. പക്ഷേ ഇതിന് വെയിലധികം വേണ്ട. ഒരു 3 മണിക്കൂറൊക്കെ വെയിൽ കിട്ടണ സ്ഥലമാണെങ്കിലും ഇഷ്ടം പോലെ മുളകുണ്ടായിരിക്കും. ഈ മുളക് ഉണക്കി കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് കാണിക്കുന്നത് മരവെണ്ടയാണ് കേട്ടോ. ഇത് സാധാരണ വെണ്ടേനെ കുറിച്ച് നോക്കുകയാണെങ്കിലും ആനക്കൊമ്പൻ വെണ്ടേനെ കുറിച്ച് നോക്കുകയാണെങ്കിലും വളപ്രയോഗവും നോട്ടവും ഒക്കെ വളരെ കുറച്ച് മതി. പിന്നെ ഇതിൻ്റെ കായ വണ്ണം കൂടുതലാണ്. നീളം സാധാരണ വെണ്ടേരെ നീളമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിന് ഭയങ്കര കൊഴുപ്പാണ്. അപ്പം നമ്മൾ ഉപ്പേരി തോരൻ അതൊക്കെ വയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സാമ്പാർ അങ്ങനത്തെ ചാറുകറിയിൽ ഇടാനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പൂവും ഇലയൊക്കെ നല്ല വലിപ്പമുള്ളതാണ്. ഇത് സാധാരണ വെണ്ടേനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല റെസിസ്റ്റിംഗ് പവർ ഉള്ള ഒരു വെണ്ടയാണ്. മരവെണ്ടയ്ക്ക് ആകെ വരുന്ന കേട് ഇല ചുരുട്ടി പുഴുവാണ്. ഇതിന് വേപ്പിൻ പിണ്ണാക്ക് കലക്കി തെളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കയ്യോടെ ഇലകൾ നുള്ളിക്കളഞ്ഞ് അതിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത്. മരവെണ്ട ഒരെണ്ണം കുഴിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലങ്ങളോളം, അതായത് ഒരു 3 കൊല്ലമൊക്കെ നല്ലോണം നമുക്ക് അതിൽ നിന്ന് കായ പൊട്ടിക്കാൻ സാധിക്കും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇഞ്ചിയൊക്കെ പൂത്തിട്ടുണ്ട്. അതായത് ഇഞ്ചി നമ്മൾ വിളവെടുക്കാറാവുമ്പോഴാണ് അത് പൂത്ത് വരുമ്പോൾ അതിൻ്റെ നിറം പച്ച നിറം. ഇപ്പോൾ അത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടാണ് അതിൻ്റെ കളറ് റെഡൊക്കെ ആയത്. ഇങ്ങനെ പൂത്ത് വരുമ്പോൾ ഇഞ്ചിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും. മണ്ണിൻ്റെ ഇതുപോലെ പുറത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അടുത്തത് ഞാൻ കാണിക്കുന്നത് എൻ്റെ അടുക്കളത്തോട്ടത്തിലത്തെ ഇരുമ്പമ്പുളിയുടെ മരത്തിനെ കുറിച്ചാണ്. ഒരു 9 കൊല്ലൊക്കെയായി ഞാൻ വെച്ചിട്ട്. പക്ഷേ അതുമേ കാര്യമായ ഇരുമ്പമ്പുളി ഒന്നും ഉണ്ടായി കിട്ടണില്ല. ഇടയ്ക്ക് 1-2 കൊല പൂത്ത് അതുമേ കിട്ടണ ഇരുമ്പമ്പുളി തന്നെ കിട്ടുന്നുള്ളൂ. മരം അത്യാവശ്യം മണ്ണൊക്കെ ആയിട്ട് ഞാൻ കാണുന്ന പലയിടത്തും ഇരുമ്പമ്പുളി നിറച്ചും ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി വെയിലിൻ്റെ കുറവാണോ എന്തോ എന്നറിയില്ല. അടുത്തത് ചേമ്പ് പറിക്കണതാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചേമ്പ് പറിച്ചു എന്ന് പറഞ്ഞിട്ട് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അവസാനം വരെയുള്ള എല്ലാ ചേമ്പും പറിച്ചു. പിന്നെ നനച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ചേമ്പുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചേമ്പെല്ലാം പറിച്ചു. ചേമ്പിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി ആദ്യം ചേമ്പ് കുഴിച്ചിടണം. ചേമ്പിൻ്റെ കട കേടുവരാതിരിക്കാൻ മണ്ണിൽ തന്നെ ഒന്ന് ചാരി വെച്ച് കൊടുത്താൽ മതി. അത് തന്നെ പൊടിച്ച് വന്ന് ഉണ്ടായിക്കോളും. സാവധാനം കുഴിച്ചിട്ടാൽ മതി. അങ്ങനെ ഞാൻ ചാരി വെച്ചിരിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം പോലെ കുഴിച്ചിടാമെന്ന് വെച്ചിട്ട്. ചേമ്പ് കൃഷി നമ്മളൊന്ന് കുഴിച്ച് വെച്ച് കൊടുത്താൽ മതി. അത് താനെ ഉണ്ടായിക്കോളും. അടുത്തത് കാണിക്കുന്നത് ചേന കൃഷിയാണ്. ചേന ഞാൻ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരുന്നത്. അതായത് പിന്നെ ഒരു കറുത്ത കവർ പോലത്തെ കിട്ടും, ഗ്രോ ബാഗിൻ്റെ പോലെ തന്നെയുള്ളത്. അതിലാണ് ഞാൻ കൃഷി ചെയ്തിരുന്നത്. ഞാൻ വളരെ ചെറിയ ചേനകളാണ് കുഴിച്ചിടാറ്. അതല്ലെങ്കിൽ ചെറിയ പീസുകളാണ് കുഴിച്ചിടാറ്. അതുകൊണ്ട് എനിക്ക് കിട്ടണ ചേനയ്ക്കും അധികം വലിപ്പമൊന്നുമില്ല.